അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇടുക്കി നിയോജക മണ്ഡലം തല യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി നിയോജക മണ്ഡലം തല അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു ഇത്തവണത്തെ ദിനാചരണം. പ്രായഭേദമെന്ന് ഏവർക്കും ശാരീരികവും മാനസികവുമായ ആരോഗ്യം കാത്തുസൂക്ഷിക്കുവാനും ഉന്മേഷവും ആത്മവിശ്വാസവും വളർത്തുവാനും യോഗ അത്യന്താപേക്ഷിതമാണെന്ന സന്ദേശമാണ് ഈ ദിനാചരണം നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഷൈനി സജി അധ്യക്ഷത വഹിച്ചു. യോഗം ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമില്ലാത്തൊരു ജനത എത്രമാത്രം സമ്പത്തുണ്ടായിട്ടും എത്രമാത്രം മറ്റ് മുന്നേറ്റമുണ്ടായാലും ഒരു ജനത ആരോഗ്യമില്ലാത്തൊരു ജനതയാണ് ഒരു നാട്ടിലുള്ളത് എങ്കിൽ വലിയ പ്രയാസമില്ല. ഏതൊരു നാടിന്റെയും സമ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ജനതയുടെ ആരോഗ്യം, രണ്ട് ജനതയുടെ വിദ്യാഭ്യാസം. പരിപാടിയുടെ ഭാഗമായി വിവിധ യോഗ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ പരിശീലകരുടെ നേതൃത്വത്തിൽ സൂര്യ നമസ്കാരവും ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ചെയർ യോഗ പരിശീലനവും മാസ് യോഗ സെക്ഷനും നടന്നു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PA സജി മുഖ്യ പ്രഭാഷണം നടത്തി. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മിനി കെ ജോൺ, ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സലിം PR, ജില്ലാ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരിമോഹൻ CM, പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിരവധി പേരും പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.